ഹലോ ഗായ്സ്, SLC എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അപ്പോൾ എൻ്റെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാം സംസ്കൃതമായിരുന്നു. സംസ്കൃതം എല്ലാവർക്കും അറിയാമല്ലോ, സിമ്പിൾ എക്സാം ആണ്. അതുപോലെ ഇത്തവണയും സിമ്പിൾ തന്നെയായിരുന്നു. ഞാൻ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സിമ്പിളായിരുന്നു, നമുക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറും സിമ്പിളായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ഇംഗ്ലീഷായിരുന്നു. ഇംഗ്ലീഷ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പോർട്രി കണ്ടപ്പോഴേ ബ്ലാങ്കായി പോയി. പക്ഷേ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എഴുതി വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഗ്രാമർ ആയാലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 1-2 ഗ്രാമർ പോയിട്ടുണ്ട്, ആ ഒരു എഡിറ്റിംഗ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ല, അത് നന്നായിട്ട് എഴുതാൻ പറ്റി. മലയാളം പിന്നെ എപ്പോഴും എനിക്ക് ടൈം മാനേജ്മെൻറ്റാണ് എൻ്റെ പ്രോബ്ലമായിട്ട് വരാറ്. പക്ഷേ ഈ എക്സാം എന്തുകൊണ്ടോ ടൈമൊക്കെ മാനേജ് ചെയ്ത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റി. ഒക്കെ വായിച്ച് നോക്കാനൊക്കെ ടൈം ഉണ്ടായിരുന്നു. 1 വേർഡും ഒക്കെ സിമ്പിൾ എക്സാം ആയിരുന്നു. മലയാളം പെട്ടെന്നൊക്കെ എഴുതി തീർത്ത് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത എക്സാം സോഷ്യലായിരുന്നു. സോഷ്യൽ പാർട്ട് എ കുഴപ്പമില്ലാത്ത ഇതായിരുന്നു. പാർട്ട് ബിയിലും എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും എങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സോഷ്യൽ കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഉണ്ട് സോഷ്യലിൻ്റെ ഒരു ടെൻഷൻ. പിന്നെ ഉള്ളത് മാത്സ് ആണ്. മാത്സ് സിമ്പിൾ എക്സാം ആയിരുന്നു എനിക്ക് പേഴ്സണലി. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ടാണ് തോന്നിയത്. ഓർ ക്വസ്റ്റ്യൻസ് ഞാൻ പരമാവധി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ഒക്കെ ഓർ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. പിന്നെ 4 മാർക്കിൻ്റെ എഴുതുമ്പോഴേക്ക് ടൈമില്ലാത്തതുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് ഹിന്ദിയാണ്. ഹിന്ദി എനിക്ക് പേഴ്സണലി ഒരു ടഫ് സബ്ജക്റ്റാണ്, പക്ഷേ മാർക്ക് കിട്ടാറുണ്ട്. 1 വേർഡൊക്കെ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനാണ്, പക്ഷെ ഒന്ന് ആലോചിച്ച് എഴുതേണ്ടതാണ്. 4 മാർക്കിൻ്റെ ആയാലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്കൊരു 16th ക്വസ്റ്റ്യനാണ് കുറച്ചൊരു ടഫായിട്ട് തോന്നിയത്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. 4 മാർക്കിൻ്റെ ബാക്കിയൊന്നും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് ഫിസിക്സാണ്. ഫിസിക്സ് സിമ്പിൾ എക്സാം ആയിരുന്നു. മോഡലും സിമ്പിളായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പബ്ലിക് എക്സാമും സിമ്പിൾ തന്നെയായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റി. ഈസി ആയിരുന്നു ഫിസിക്സ്. ദെൻ വന്നിട്ടുള്ളത് കെമിസ്ട്രി എക്സാമാണ്. കെമിസ്ട്രി എക്സാം എന്താ സിമ്പിൾ തന്നെ ആയിരുന്നല്ലോ. നമുക്കൊന്നും അങ്ങനെ ടഫായിട്ട് ഈ കഴിഞ്ഞതൊന്നും ക്വസ്റ്റ്യൻസ് ടഫൊന്നും ആയിരുന്നില്ല. നല്ല ലെവൽ പുലർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ. പക്ഷേ എന്താ ഇതുവരെ വന്ന പോലത്തെ ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. പിന്നുള്ളത് ലാസ്റ്റ് എക്സാം നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ബയോളജി എക്സാമാണ്. ഒരുപാട് ടെൻഷനോടെയാണ് എക്സാം ഹാളിലേക്ക് പോയത്. പക്ഷേ പേപ്പർ കിട്ടിയപ്പോൾ ടെൻഷനൊക്കെ മാറി. പെട്ടെന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി കഴിഞ്ഞു. ഒന്ന് വായിച്ച് നോക്കാനൊക്കെയുള്ള ടൈം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ഓർ ക്വസ്റ്റ്യൻ അടക്കമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.